അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കൈ നമുക്കൊന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുത്താലോ. കുറേ നാളായില്ലേ നമ്മുടെ കൈ ഒന്ന് വൃത്തിയാക്കിയിട്ട്. അപ്പം നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാത്രമൊക്കെ കഴുകി കൈയുടെ ഇവിടെ നഖവും എല്ലാം തേഞ്ഞ് കൈ ഒന്നും നമ്മൾ ശ്രദ്ധിക്കത്തേ ഇല്ലല്ലേ. പിന്നെ കൈ ശ്രദ്ധിക്കാൻ പോകുന്നു ആ സമയമാണെങ്കിൽ നമ്മുടെ കുറച്ചുകൂടി ജോലി നടക്കും എന്നുള്ളൊരു കണക്കൂട്ടലാണ് നമുക്ക് എല്ലാവർക്കും. പക്ഷെ അങ്ങനല്ല, നമ്മുടെ ഫേസ് വൃത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കൈയും വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഒരു അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മളിങ്ങനെ ആരെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കൈ കാണുമല്ലോ. അയ്യോ, ഇതുപോലത്തെ ഒരു വൃത്തിയില്ലാത്ത കൈ, ഇവയ്ക്ക് ഇവിടെ കൈ ഒന്ന് വൃത്തിയാക്കിക്കൂടെ എന്ന് നമ്മളിൽ ചിലവരുടെ കൈ കാണുമ്പോൾ ആലോചിക്കാതെ ഓർക്കാതെ ഇരുന്നിട്ടില്ല. അപ്പൊ ഞാൻ എൻ്റെ കൈ വൃത്തിയാക്കുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് സിമ്പിളായിട്ട് കാണിച്ചു തരാം. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അധികം സാധനങ്ങൾ ഒന്നും തന്നെ ഇവിടെ ആവശ്യമില്ല. നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന സാധനങ്ങൾ മാത്രം വെച്ചാണ് നമ്മുടെ ജോലിക്കിടയിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. മനസ്സിലായാലും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. കണ്ടോ, അപ്പൊ ഞാൻ കൈയൊക്കെ വൃത്തിയാക്കിയിട്ട് നിൽക്കുന്ന ഇതാണ് ഇൻട്രൊഡക്ഷൻ എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. കൈയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ടാണ് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവരും നമുക്ക് വീഡിയോയിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഞാൻ എങ്ങനെയാ കൈ വൃത്തിയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഒരു ഷാമ്പു ഒരു ശകലം കയ്യിലോട്ടിട്ട്, നിങ്ങൾക്കിപ്പോൾ ഷാമ്പുവോ സോപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഷാമ്പു ആണ് എടുത്തത്. കയ്യിലോട്ട് നന്നായിട്ടിട്ട് കൈ അങ്ങോട്ട് നന്നായിട്ട് കഴുകി കൊടുക്കുക. ഇച്ചിരി വെള്ളം കൂടെ നോക്കുക. നന്നായിട്ട് കൈ ഒന്ന് രണ്ട് കൈയും കേട്ടോ നന്നായിട്ട് നമ്മുടെ അഴുക്കെല്ലാം കളഞ്ഞെടുക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ. നമ്മൾ വീട്ടമ്മമാരാകുമ്പോഴത്തേക്ക് നമ്മുടെ കൈ എപ്പോഴും പാത്രവും എല്ലാം കഴുകി വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് കൈ അങ്ങോട്ട് കഴുകുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ റിങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഊരി വെക്കുക. ഞാനും ഒന്ന് ഊരി വെച്ചേക്കാം. ഊരാനിനി പാടാട്ടോ. ഇതും കൂടെ ഊരിയേക്കാം അല്ലേ. ഇത് വരുന്നില്ല മക്കളെ, ഒരെണ്ണം വരുന്നില്ല. അപ്പം അതവിടെ ഇരിക്കട്ടെ. അപ്പം ഇത് മതി. നമ്മുടെ കൈ നന്നായിട്ട് കഴുകുക. എന്നിട്ട് ഈ കയ്യിലെ അഴുക്കെല്ലാം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് ഉണ്ട്. അപ്പം ഞാനതൊന്നും കളയുന്നില്ല. കാരണം അത് കളയാൻ നിന്ന് എനിക്കൊട്ട് സമയമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഇത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു റിമൂവർ തീർന്നുകൊണ്ട് ഇനി അത് ചേരാനൊക്കെ ഒരുപാട് സമയം എടുക്കും മക്കളെ. അതുകൊണ്ട് അതിനൊന്നും പോകുന്നില്ല. അപ്പം നമ്മുടെ കൈ ഒരുവിധം നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്നറിയാലോ, സ്ക്രബ് ചെയ്യാൻ. നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രമാണ് എടുക്കുന്നത്. അപ്പം ഞാനിവിടെ കുറച്ച് ഉപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് പൊടിക്കകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് പൊടിയും വെളിച്ചെണ്ണയും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് നമ്മുടെ കയ്യിൽ പുരട്ടി കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് ഒട്ടും ദാക്ഷിണ്യം വിചാരിക്കണ്ട, നന്നായിട്ട് അങ്ങ് സ്ക്രബ് ചെയ്യുക. കണ്ടോ, നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അപ്പം നമ്മുടെ കൈയ്യ് നമ്മളിപ്പോൾ ഷാമ്പു ഇട്ട് കഴുകിയപ്പോൾ തന്നെ നമ്മുടെ കൈക്ക് നല്ല എന്താ ഒരു വെട്ട അല്ലേ, പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നെയിൽ പോളിഷ് ഒക്കെ കയ്യിൽ നിന്ന് മാറ്റിയിട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞിപ്പം ഞാൻ രണ്ട് കൈയും ചെയ്യുക കേട്ടോ, എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ രണ്ട് കൈയും കൊണ്ടങ്ങ് ചെയ്യുമ്പം രണ്ട് കൈയും ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ ഈ ഉപ്പല്ലേ, അപ്പം നമ്മുടെ ഈ നഖമൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ചും കൂടെ വിടുക. അപ്പം നഖത്തിനൊക്കെ നല്ല കളറൊക്കെ കിട്ടും. ഞാനിപ്പം നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കഴുകുക. കാരണം നമ്മുടെ ആ സൈഡിലൊക്കെ അഴുക്ക് കാണും. നമ്മളൊക്കെ പാത്രങ്ങളൊക്കെ കഴുകുന്നതല്ലേ മക്കളെ, വെറുതെ ഒന്നും നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒട്ടും സമയമില്ല. അതിൻ്റെ ഇടയ്ക്ക് വീട്ടുജോലി, എന്തൊക്കെ ജോലിയാണ്. പാത്രമാണെങ്കിൽ ഒരു കൂന നമ്മുടെ കൈ കാണും കഴുകാനായിട്ട് അല്ലേ. ഇപ്പോഴും ഞാൻ എൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം രാവിലെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുളിക്കുന്നതിന് മുന്നേ ഈ പണി ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് കുളിക്കാൻ പോയി കഴിഞ്ഞാൽ
നല്ല കാര്യമല്ലേ അല്ലെ? കുളിച്ചിട്ട് വന്നിട്ട് ഈ പണിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം എന്താ കണ്ടോ മക്കളെ, നമ്മുടെ കൈയുടെ ഗ്ലേസിങ് നോക്കുക, എന്താ ഗ്ലേസിങ് എന്ന് നോക്കിക്കേ, പറയാൻ പറ്റാത്ത ഗ്ലേസിങ് ആണ്. അപ്പം നമ്മുടെ ഈ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞ് കണ്ട, ഉപ്പും വെളിച്ചെണ്ണയും മാത്രമാണിത്. വെളിച്ചെണ്ണ നമുക്ക് ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്നിനൊക്കെ. കാരണം ഈ പൊരിഞ്ഞിരിക്കുന്ന സ്കിന്നൊക്കെ ഇല്ലേ, വലിച്ചിലൊക്കെ ഉള്ള സ്കിന്നൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ തൂക്കുമ്പോഴത്തേക്കും നമുക്ക് ആ മൊരിച്ചിലും ഒക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പം നമ്മുടെ കൈ നല്ല അടിപൊളിയായി കണ്ട, 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കൈ നല്ല അടിപൊളിയായി. നമുക്കിതൊന്ന് കഴുകാം. നമ്മുടെ ബ്യൂട്ടി പാർലറൊക്കെ അടുക്കളയിൽ തന്നെ കേട്ടോ. നമ്മുടെ ജോലിയും നടക്കും, നമ്മുടെ ഈ പരിപാടിയും നടക്കും, മനസ്സിലായോ? അപ്പം നമ്മുടെ കൗണ്ടർ ടോപ്പ് കൊളാകാൻ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മൾ അതിന് മുന്നേ നമ്മൾ നല്ല ഭംഗിയായിട്ട് അവിടെ അങ്ങ് കഴുകി കണ്ട. പെട്ടെന്നല്ലേ നമ്മുടെ മോതിരത്തേലൊക്കെ അപ്പടി മോതിരവും കൂടെ ഒന്ന് കഴുകി മാറ്റിയേക്കാം. അപ്പോൾ ഇത്രയും പരിപാടി നമുക്കിവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കൈക്കൊരു പാക്ക് ഇട്ട് കൊടുക്കാം. നോക്കിക്കേ, നല്ല അടിപൊളി കൈയായില്ലേ? നോക്ക്, കണ്ടോ മക്കളെ, എന്താ ഗ്ലേസിംഗ് എന്ന് നോക്ക്, നല്ല അടിപൊളി. ഇനി നമുക്ക് ഒരു പാക്ക് ഇട്ട് കൊടുക്കാം. തുടച്ചിട്ട് വേണമെങ്കിലും ഇടാം, തുടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ പാക്ക് ഇടാനായിട്ട് എടുക്കാൻ പോകുന്ന സാധനം നിങ്ങൾ കണ്ടോണം. ഞാനൊരു ബൗൾ എടുക്കട്ടെ. ഇപ്പൊ ബൗളൊക്കെ ഇവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ അങ്ങോട്ടും പോട്ടെ കാര്യമൊന്നുമില്ല ബൗളിന്. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടാൻ പോകുന്നതല്ല ഒഴിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം തൈരാണ് കേട്ടോ. നമ്മുടെ സ്വന്തം തൈര്, കുറച്ച് തൈര് എടുത്തു. ഇനി ഈ തൈരിലേക്കുണ്ടല്ലോ ഞാനൊരു ശകലം മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു ശകലം മഞ്ഞപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടിയുടെ സ്പൂണൊന്നും കാണുന്നില്ല, അപ്പം ഞാൻ ഇതും കൊണ്ട് തന്നെ അങ്ങ് കുടഞ്ഞെടുത്തു. പിന്നല്ല, അപ്പം ഞാൻ സ്പൂണൊന്നും തപ്പാൻ പോകുന്നൊന്നും എനിക്കിപ്പോൾ സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ നമ്മുടെ കൈ ഉണ്ടല്ലോ, സൂപ്പർ കൈ, അതും വെച്ചിട്ട് നമ്മൾ 2 ഇളക്കൂടെ അങ്ങോട്ട് ഇളക്കിയിട്ട് അങ്ങനെ നമ്മുടെ തൈര് പാക്ക് റെഡിയായി. തൈരും മഞ്ഞളും കൂടെ ഉള്ള പാക്ക് റെഡിയായി. ഇനി നമ്മൾ ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ അങ്ങോട്ട് കോരി അങ്ങോട്ട് പെരട്ടുക കേട്ടോ. ഒട്ടും മടിക്കണ്ട, നമ്മുടെ കയ്യിൽ അങ്ങോട്ട് കോരി പെരട്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മസാജ് കൊടുക്കുന്നത് കണ്ട. ഒട്ടും മടിക്കേണ്ട കാര്യമില്ല, നല്ല രീതിയിൽ തന്നെ മസാജ് കൊടുത്തോ, യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടിരിക്കും നമ്മുടെ കൈയെ കണ്ട, നല്ല സൂപ്പറാകും. അപ്പം നമ്മുടെ മുഖം മാത്രം മിനുക്കി വെച്ചാൽ പോരാ കേട്ടോ മക്കളെ, നമ്മുടെ കൈയും കൂടെ ഒക്കെ നല്ല ഭംഗിയായിട്ട് വെക്കുക. നമ്മുടെ കൈ എന്ന് പറഞ്ഞാൽ പാത്രം കഴുകി നമ്മളൊക്കെ ഒരു പരുവായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ നഖവും എല്ലാം തേഞ്ഞൊരു പരുവാകും. പിന്നെ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് സമയം കണ്ടെത്തുന്നത്? നമ്മൾ അടുക്കള ജോലിക്കിടെ ചെയ്യാവുന്ന ചെറിയ ഒരു പരിപാടിയാണിത്. അപ്പം ഞാൻ അടുക്കള ജോലിക്കിടയിൽ കൂടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. മീനൊക്കെ വെട്ടി ഞാൻ അവിടോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിനെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. വെട്ടി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞ അപ്പം നമ്മൾ മീൻ വെട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ കൈ ഒന്ന് വൃത്തിയാക്കുകയും ചെയ്യും. കയ്യിലെ നാട്ടുമെല്ലാം മാറി നല്ല സ്മെല്ലൊക്കെ കിട്ടുകയും ചെയ്യും. നല്ല സൂപ്പർ കൈയായി നമ്മുടെ കാണിച്ചു തരാം. അപ്പം നമുക്ക് നമ്മുടെ കൈ ഒന്ന് കഴുകാം. കണ്ട, എൻ്റെ കൗണ്ടർ ടോപ്പ് ഒരു പരുവായി മക്കളെ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ. 1, 2, 3ാമത്തെ സ്റ്റെപ്പ്. അപ്പം നമുക്ക് ഈ ബൗളും കൂടെ അങ്ങ് കഴുകിയേക്കാം. ഇത് കൂട്ടത്തിൽ തന്നെ എല്ലാം കഴുകിയേക്കാം. പിന്നെ ഇത് വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അജിത ചേച്ചി സിങ്കിൻ്റെ അടുത്ത് തന്നെ നിന്ന് ചെയ്യുന്നത്. സിങ്കിൻ്റെ അടുത്ത് തന്നെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്, നമ്മൾ അതിനകത്തോട്ട് അങ്ങ് കഴുകി ഒഴിക്കും കണ്ട. അപ്പം നമ്മുടെ പണിക്ക് ലാഭമായില്ലേ, എളുപ്പമായില്ലേ നമ്മുടെ പണി കണ്ട. അപ്പം ഇതുപോലത്തെ മടിച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ജോലിയുടെ ഇടയ്ക്കൂടെ ഒരു ജോലി അല്ലേ. കൈ കാണിച്ചു തരാം മക്കളെ. എങ്ങനുണ്ട്? അടിപൊളിയല്ലേ നമ്മുടെ കൈ? ഞാനിനി ഒന്ന് തുടച്ചിട്ട് വരാം കൈ. അപ്പം നമ്മുടെ കൈ നോക്ക്, എന്താ ഒരു തിളക്കം. ഞാനിപ്പോൾ കൈയൊക്കെ തുടച്ചിട്ട് ഇപ്പം ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടെ തേച്ച് കൊടുക്കാം. അലോവേര ജെല്ലാണേലും തേച്ച് കൊടുത്താൽ മതിയാകും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ നമുക്ക് ഇത് തേക്കാലോ. വേറെ കാര്യത്തിന് പോകേണ്ട കാര്യമില്ലല്ലോ. ഒരു ശകലം എടുക്കുക, നമ്മുടെ കൈകളിലേക്ക് നമ്മൾ തേച്ച് കൊടുക്കുക. കണ്ട, ആഹാ, ഇതെൻ്റെ കൈ തന്നെയാണോ മക്കളെ? സൂപ്പർ അല്ലേ? തന്നെ പറയുക അല്ലേ? കണ്ട, ഇനി എന്ത് വേണം? കണ്ട, നമ്മുടെ കൈ അടിപൊളി, പറയാതിരിക്കാൻ നിവർത്തിയില്ല. നോക്കിക്കേ,
കുശുമ്പുള്ളവരൊക്കെ പറയും ആ കണ്ടച്ചാലും മതി കയ്യിന്ന് അല്ലേ? ഇത് നോക്കിക്കേ, അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ? കണ്ടോ? പിന്നെ എന്താണ് കേട്ടോ? ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് നിമിഷ നേരം മാത്രം മതി കേട്ടോ. അപ്പൊ എല്ലാരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. മതി. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് എന്റെ കയ്യെ നല്ല വൃത്തിയാക്കി എടുക്കുന്നതെന്ന്. ആകെപ്പാടെ 3 സ്റ്റെപ്പേ ഉള്ളൂ. ആ 3 സ്റ്റെപ്പും തന്നെ ഒരു പാടും ഇല്ലാത്ത സ്റ്റെപ്പാണ്. അപ്പൊ എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുക. അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനലിൽ പുതിയതായി കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.